പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടേ സാമാൻ അടിച്ചു പോയ ആ ഒരു വാർത്ത ഉണ്ടല്ലോ, ആരുടെ? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ. അപ്പോ ആ വാർത്ത അങ്ങേര് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു, ഇപ്പോ പൂർണ്ണമായും ഭേദമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത അങ്ങേര് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ അങ്ങേർക്ക് നല്ല മുട്ടൻ പാരയായിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അതായത് ഒരാൾക്ക് ക്യാൻസർ വന്നതും ആ വാർത്ത പുറത്തു വിട്ടതൊക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ രസകരമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും, വാ തുറന്നാൽ നുണ മാത്രം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതിന്റെ മേലിൽ പോയിട്ടുള്ള ചില കേസുകളും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ വന്നേക്കുന്നത്. അങ്ങേരുടെ ക്യാൻസറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ കോടതി ചോദിക്കേണ്ട ആവശ്യം എന്താണ്? എന്താ ഇപ്പൊ അതിലുള്ളത്? അപ്പോഴാണ് ഇതിൽ പുറത്തു വിട്ടപ്പോ നെതന്യാഹു എന്ത് ചെയ്തു? എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്, എന്നെ സമൂഹത്തിന്റെ മുന്നിൽ എന്താ പറയാ, എന്റെ മാന്യത ഇല്ലാണ്ടാക്കുകയാണ്, എന്നെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പൊ 2024 അങ്ങനെ ഒരു കേസ് നിലനിൽക്കുകയാണ്. 2026 വലിയ രീതിയിൽ വന്നിട്ട് എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഇപ്പൊ പരിപൂർണമായിട്ടും ഭേദമായി എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്താ സംഭവം? കള്ളക്കേസല്ലേ കൊടുത്തത്? കോടതിയെ പറ്റിക്കണ പരിപാടിയല്ലേ ചെയ്തത്? ഇതാണ് ആ ഒരു കേസ്, ആ ഒരു വാർത്ത പുറത്തു വിട്ടതോട് കൂടെ നെതന്യാഹുവിന് കിട്ടിയ പണിന്ന്.